അതുകൊണ്ട് പുത്രനും ശിഷ്യനും അച്ഛനും ഒക്കെ താത എന്ന് വിളിക്കപ്പെടാം. എന്ത് ഇത് ഭാഷ്യകാരൻ പറഞ്ഞാലേ ഇതിപ്പോ താതാന്നിപ്പോ എങ്ങനെയാ വിളിച്ചതെന്നറിയോ? താതാന്നിപ്പോ എങ്ങനെയാ വിളിച്ചതെന്നുള്ളത് പറയാനും വയ്യ. കിന്തു അസ്യ ഭവതി, ഇവനെന്താ സംഭവിക്കുക? കിന്തു അസ്യ ഭവതി, ഇവൻ എന്താ സംഭവിക്കുക? നശിക്കില്ല പറഞ്ഞു. പിന്നെ എന്ത് സംഭവിക്കും? ചോദ്യം. പ്രാപ്യ പുണ്യകൃതാം ലോകാൻ ഉഷിത്വാ ശാശ്വതി സമാഹ ശുചീനാം ശ്രീമതാം ഗേഹേ യോഗഭ്രഷ്ടോഭിജായത്തെ. പ്രാപ്യ പുണ്യകൃതാം ലോകാൻ ഉഷിത്വാ ശാശ്വതി സമാഹ ശുചീനാം ശ്രീമതാം ഗേഹേ യോഗഭ്രഷ്ടോഭിജായത്തെ. പുണ്യകൃതാം ലോകാൻ പ്രാപ്യ ശാശ്വതീഹി സമാഹ ഉഷിത്വാ. അപ്പൊ പുണ്യകർമ്മങ്ങളെ, ധാരാളം പുണ്യകർമ്മങ്ങളെ ചെയ്തവരുടെ അനുഭവ മണ്ഡലങ്ങളെ പ്രാപിച്ചിട്ട്, അപ്പൊ ധാരാളം പുണ്യകർമ്മങ്ങൾ ചെയ്തവരുടെ അനുഭവ മണ്ഡലങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? ബ്രഹ്മലോക പര്യന്തമുള്ള സ്വർഗാദി ലോകങ്ങളെ പ്രാപിച്ചിട്ട്, ഉയർന്ന ലോകങ്ങളെ പ്രാപിച്ചിട്ട്, ഉയർന്ന ജീവിതാനുഭവങ്ങളെ നേടിയിട്ട്, നല്ല സുഖ സമൃദ്ധിയിൽ കുറേ കാലം ജീവിച്ചിട്ട്, എന്നിട്ടെന്താവും? എന്നിട്ട് ശുചികളും ശ്രീമാന്മാരുമായവരുടെ വീട്ടിൽ വന്ന് ജനിക്കും. ശ്രീമാന്മാർ, ഐശ്വര്യവാന്മാർ, ശുചികൾ, നല്ല ശുദ്ധി പാലിക്കുന്നവർ, പറഞ്ഞ ചെയ്യുക, അതാണ് ശുദ്ധി. ജീവിതത്തിൽ സത്യനിഷ്ഠ പാലിക്കുന്നവരുടെ ഗൃഹത്തിൽ വന്ന് ജനിക്കും അങ്ങനത്തെ ജീവൻ. എന്നിട്ട് ഒരു ശ്ലോകം കൂടി കഴിഞ്ഞിട്ട് പറയാം എന്നിട്ട് എന്താ ഉണ്ടാവുക. കാരണം ഇതല്ലാത്ത വേറൊരു സാധ്യതയുണ്ട്. ആ സാധ്യതയാണ് അടുത്ത ശ്ലോകത്തിൽ പറയണത്. അതെന്താ? അഥവാ യോഗിനാമേവ കുലേ ഭവതി ധീമതാം ഏതദ്ധി ദുർലഭതരം ലോകേ ജന്മയദീദൃശം. അഥവാ യോഗിനാമേവ കുലേ ഭവതി ധീമതാം ഏതദ്ധി ദുർലഭതരം ലോകേ ജന്മയദീദൃശം. അല്ലെങ്കിൽ വേറൊരു സാധ്യത, ഒരു സാധ്യത പറഞ്ഞു. രണ്ടാമത്തെ സാധ്യത യോഗിനാമേവ കുലേ ഭവതി ധീമതാം, ബുദ്ധിമാന്മാരായ യോഗികളുടെ കുലത്തിൽ ജനിക്കുന്നു. അങ്ങനെ ചില കുലങ്ങളുണ്ട്. ആ കുലത്തിൽ എപ്പോഴും ഉണ്ടാവും ഒരു യോഗി, ഒരു യോഗീശ്വരൻ, ഒരു സന്യാസി, ഒരു സാധകൻ. എല്ലാ തലമുറയിലും ഉണ്ടാവും ആരെങ്കിലും ഒരാൾ. അത് എവിടുന്നെങ്കിലും വന്ന് പൊടും. അത് അങ്ങനത്തെ ഒരാൾ അവിടെ ജനിക്കും. നോക്കിക്കോളൂ, പല കുടുംബങ്ങളിലും നോക്കിക്കോളൂ, എപ്പോഴും ഒരു സന്യാസി അല്ലെങ്കിൽ ഒരു യോഗീശ്വരൻ ഉണ്ടാവും. പിന്നെ സാധ്യതയല്ലാണ്ടോ? ഈ ഇരിക്കുന്നവർക്കൊക്കെ സാധ്യത ഉണ്ട്. മുൻതലം അങ്ങനെയാ പറഞ്ഞത്. ഞാൻ വിചാരിച്ച ഇനിയിപ്പോ വരുന്നത്. അതെ, അങ്ങനെയുള്ള കുലത്തിൽ ജനിക്കും. പക്ഷെ ഒന്നുണ്ട്, ഏതത് ഹി, ഇത് വളരെ ദുർലഭമാണ്. ഇങ്ങനെ യോഗികളുടെ കുലത്തിൽ ജനിക്കുക എന്നുള്ളത് വളരെ ദുർലഭമാണ്. ഇങ്ങനെ രണ്ട് സാധ്യതകളാണ് പറയുന്നത്. ഒന്ന്, ശുചികളും ശ്രീമാന്മാരുമായവരുടെ ഗൃഹത്തിൽ ജനിക്കുക, നല്ല ഐശ്വര്യവാന്മാരുടെ സത്യവാക്കുകളുടെ കുലത്തിൽ ജനിക്കുക, വീട്ടിൽ ജനിക്കുക. അല്ലെങ്കിൽ യോഗി കുലത്തിൽ ജനിക്കുക. ജനിച്ചു കഴിഞ്ഞിട്ട് ഈ സംസ്കാരത്തിൻ്റെ തുടർച്ച അവിടെ ഉണ്ടാവും.
അതാണ്, ഒരു ബന്ധം കിട്ടും. അത് നമുക്ക് പറയാം. അതിനു മുമ്പ് ഇത് നോക്കൂ. യോഗമാർഗേ പ്രവൃത്തഃ സന്യാസി സാമർഥ്യാത് പ്രാപ്യ ഗത്വാ പുണ്യകൃതാം അശ്വമേധാദിയാജിനാം ലോകാൻ തത്ര ച ഉഷിത്വാ വാസം അനുഭൂയ ശാശ്വതീഃ നിത്യാഃ സമാഃ സംവത്സരാൻ തദ്ഭോഗക്ഷയേ ശുചീനാം യഥോക്തകാരിണാം ശ്രീമതാം വിഭൂതിമതാം ഗേഹേ ഗൃഹേ യോഗഭ്രഷ്ടഃ അഭിജായത്തെ. അപ്പൊ യോഗമാർഗത്തിൽ പ്രവൃത്തനായ യോഗി, പ്രവൃത്തനായി, ശ്രദ്ധയുണ്ട്, പക്ഷേ സന്ദർഭവശാൽ ഭ്രഷ്ടനായിപ്പോയി, മരിച്ചു. ആ ജീവൻ ഒരിക്കലും താഴേക്ക് പോവില്ല. പുണ്യകൃതാം ലോകാൻ പ്രാപ്യോ, പുണ്യകർമ്മങ്ങളെ ചെയ്തവരുടെ ലോകങ്ങളെ പ്രാപിച്ചിട്ട്, ഇത്രയും പുണ്യം ചെയ്തവർ. കാരണം അവൻ യോഗനിഷ്ഠയിലൊന്നും എത്തിയില്ലെങ്കിലും ആ യോഗചര്യയിലേക്ക് പ്രവേശിച്ചില്ലേ, അത് തന്നെ എത്ര ഉയർന്ന സ്ഥിതിയാ. അവൻ സന്യാസത്തിന്റെ ലക്ഷ്യസാക്ഷാത്കാരത്തിലേക്ക് എത്തിയില്ലെങ്കിലും സന്യസിലെ അതെല്ലാവർക്കും കഴിയോ? കഴിയില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതിന് സാധിക്കുക പറഞ്ഞാൽ തന്നെ കേമാണ്. ഒരാള് സന്യാസ ദീക്ഷയ്ക്കായിക്കൊണ്ട് ഗുരുനാഥൻ്റെ അടുത്ത് ചെന്നു. വേറൊരു ഗുരുനാഥൻ പറഞ്ഞയച്ചതാ, സന്യാസി പറഞ്ഞയച്ചതാണ് സംസ്കാരം ചെയ്തു കൊടുക്കാൻ. അപ്പോൾ ഈ സംസ്കാരം ചെയ്തു കൊടുക്കുന്ന അല്ലെങ്കിൽ കൊടുക്കേണ്ടെന്ന് ആചാര്യൻ സംസാരിച്ചപ്പോൾ തകരാറൊന്നുമില്ല, ശരി. എന്നാലും ഒന്ന് പരീക്ഷണാർത്ഥം പറഞ്ഞു, ഇത് സന്യാസം എന്നൊക്കെ പറഞ്ഞാൽ പണ്ടത്തെ പോലെയൊന്നും അല്ലപ്പോഴേ, വലിയ കഷ്ടപ്പാടാണ്. പിന്നെ ബാക്കിയൊന്നും ഇല്ലെങ്കിലും ചാപ്പാട് കഴിക്കണ്ടേ, അതിപ്പോൾ കഴിക്കാണ്ടിരിക്കാൻ പറ്റുമോ? എന്തൊക്കെയാ നമ്മളെ നാട്ടിൽ കേൾക്കണ വർത്തമാനങ്ങൾ. അപ്പം നിങ്ങളിപ്പോൾ സന്യസിച്ചിട്ട് പ്രത്യേകിച്ച് കുറച്ച് വയസ്സൊക്കെ ആയില്ലേ, അപ്പം എന്താ ഇപ്പം ചെയ്യാം? അദ്ദേഹം പറഞ്ഞു, ഒരു പ്രശ്നമില്ല, എനിക്ക് പെൻഷനുണ്ട് മാസത്തിൽ, അതുകൊണ്ട് എൻ്റെ ഒരു ഭാവി സുരക്ഷിതാണ്. സന്യാസം അവിടെ തന്നാൽ മതി, സുഖമായിട്ട് കുഴപ്പമില്ലാണ്ട് ജീവിക്കാം, പെൻഷനുണ്ട്. അപ്പോൾ അവിടുന്ന് പറഞ്ഞു, എന്നാ മെല്ലെ ഇവിടുന്ന് സ്ഥലം വിട്ടോളുക, ബാക്കിയെല്ലാം കഴിഞ്ഞതായിരുന്നു, എല്ലാം കഴിഞ്ഞ് ഞങ്ങളുടെയൊക്കെ കൂട്ടത്തിൽ പേരെഴുതിയതായിരുന്നു. നമ്മൾ സംസ്കാരം ചെയ്തത് കൈലാസാശ്രമത്തിൽ നിന്നാണ്. സ്വാമിജി ഗുജറാത്തിൽ നിന്ന് പറഞ്ഞയച്ചിട്ടാണ് പോയത്. അതുപോലെ പല ഭാഗത്തു നിന്ന് വന്നവർ ഒത്തുചേർന്ന് സംസ്കാരത്തിനായിക്കൊണ്ട് വരിക കൈലാസാശ്രമത്തിൽ ശിവരാത്രി കാലത്താണ്. അതിൽ ഇദ്ദേഹത്തെ ബാക്കി എല്ലാ പരിശോധനയും കഴിഞ്ഞും ഒക്കെ ശരിയായതാ, പക്ഷെ ഇവിടെ പൊട്ടി. ഇനി പോയിട്ട് വരൂ, ഞാൻ പെൻഷനൊക്കെ ഒന്ന് ഉപേക്ഷിച്ച് വരിക. എന്നാലും ഈ സന്യസിക്കാൻ പാടില്ല എന്നൊന്നും പറഞ്ഞിട്ടില്ല, ഈ പീഠത്ത് നിന്നാലേ തരാൻ പറ്റുള്ളൂ, അത്രയേ ഉള്ളൂ. അപ്പം അതുകൊണ്ടാണ് പറഞ്ഞത്, സന്യസിച്ച ഒരാളെ കളിയാക്കാൻ ഒക്കെ എളുപ്പം കഴിയും, അയാൾ വീണുപോയി, മറ്റതാണ് മറിച്ചതാണെന്നൊക്കെ. പക്ഷെ സന്യസിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ, ഈ യോഗചര്യയിലേക്ക് പ്രവേശിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ അത് അത്രയും ഉത്കൃഷ്ടമാണ്. അതുകൊണ്ട് ഒരിക്കലും അവന് താഴോട്ടില്ല എന്ന് മാത്രമല്ല, പുണ്യകൃതാം ലോകാൻ, പുണ്യം ചെയ്തവരുടെ, അശ്വമേധാദിയാജിനാം ലോകാൻ, അശ്വമേധാദി യജ്ഞങ്ങളെ ചെയ്തവർക്ക് ലഭിക്കുന്ന ലോകങ്ങളെ അയാൾക്ക് ലഭിക്കും. ആർക്ക്? യോഗഭ്രഷ്ടന്. യോഗിക്കല്ല, യോഗിക്ക് ഇതൊന്നും വേണ്ട. എന്താ അശ്വമേധം? പോടാ, ഇത്രയേ ഉള്ളൂ.
ബ്രഹ്മാവ് വന്നു, നീ എൻ്റെ വീട്ടിലേക്ക് വന്നോളൂ, വേണ്ട നീ എൻ്റെ വീട്ടിലേക്ക് വന്നോളൂ. അതാണ് സന്യാസിയുടെ നിലപാട്. അതാണ് സന്യാസിയോടിപ്പോ ഗുരുവായൂരപ്പൻ വന്ന് വിളിക്കുകയാണ്, നീ ഒന്ന് എന്നെ കാണാൻ വരും, അത്ര താല്പര്യമുണ്ടെങ്കിൽ ഇങ്ങോട്ട് വന്നോളൂ. അല്ലാണ്ട് എന്താ? അതാണ് സന്യാസിയുടെ നിലപാട്. ഗുരുവായൂരപ്പൻ എന്നെ കാണണമെന്ന് വലിയ നിർബന്ധമുണ്ടെങ്കിൽ കൊളുത്തൂർ വന്നൂടെ? എന്താ? ഇല്ല അല്ല, എന്താ അഭിപ്രായം? ഗുരുവായൂരപ്പൻ വേണമെന്നല്ല പറഞ്ഞേ, എനിക്ക് മൂപ്പരെ കാണണമെന്ന് വലിയ നിർബന്ധമില്ല. വേണ്ട അങ്ങോട്ട് വരാം. അത്രയേ ഉള്ളൂ. പുഷിത്വ ശാശ്വതീ സമാഹ. അശ്വമേധാദി കർമ്മങ്ങളെ ചെയ്ത പുണ്യവാന്മാരുടെ ലോകങ്ങളെ പ്രാപിച്ചിട്ട് കുറച്ചു കാലമൊന്നുമല്ല, ദീർഘകാലം അവിടെ ജീവിച്ചിട്ട് സുഖാനുഭവം നേടിയിട്ട്, അതൊക്കെ ചിന്തിക്കാൻ പറ്റാത്ത സുഖങ്ങളാ. നഹീദൃശ ലംഘനീയ മനുഷ്യൈഹി. മനുഷ്യന്മാർക്ക് ചിന്തിക്കാൻ പറ്റുന്നതല്ല കേട്ടോ, അങ്ങനത്തെ സുഖങ്ങളാ. അതൊക്കെ നേടിക്കഴിഞ്ഞ് അങ്ങനെ താമസിച്ചിട്ട് എന്നിട്ടോ ശാശ്വതീ സമാഹ നിത്യാഹ സംവത്സരൻ, നിത്യങ്ങളായ ഒരുപാട് കാലം താമസിച്ചിട്ട് തദ്ഭോഗക്ഷയെ, അതൊക്കെ അനുഭവിച്ച് തീരുമ്പോ പിന്നെ രണ്ടാമതും ജനിക്കണം. എവിടെ ജനിക്കണം? വളരെ ശുചികൾ, യഥോക്തകാരിണാംന. ശരിക്കും ശുചി എന്ന് പറഞ്ഞാൽ ശുദ്ധിയുള്ളവർ. ഇവിടെ ഭാഷ്യകാരൻ പറയുന്ന അർത്ഥം ശ്രദ്ധേയമാണ്. നല്ല യഥോക്തകാരികളായിട്ടുള്ള, പറഞ്ഞ ചെയ്യുന്നവരുടെ വീട്ടിൽ അവരാണ് ശുദ്ധിയുള്ളവർ. അല്ലാണ്ട് കുളിക്കണവർ കുറിയിടണവരെന്നൊന്നും പറഞ്ഞിട്ടില്ല. പറഞ്ഞത് പാലിക്കുന്നവർ, സത്യധർമ്മങ്ങൾ പാലിക്കുന്നവർ, അതാണ്. അങ്ങനെയുള്ള വിഭൂതി ശ്രീമതാം, വിഭൂതിമതാം, സമ്പന്നരുടെ, മഹിമയുള്ളവരുടെ, വലിയ ചില്ലാനുണ്ട്, വലിയ പേരുണ്ട്, വലിയ അങ്ങനെയുള്ള വിഭൂതി ഉള്ളതായ ഗൃഹങ്ങളിൽ, അങ്ങനെയുള്ളവരുടെ ഗൃഹേ യോഗഭ്രഷ്ടഭിജായതേ, യോഗഭ്രഷ്ടം ജനിക്കും. അഥവാ ശ്രീമതാം കുലാത് അന്യസ്മിൻ യോഗിനാമേവ ദരിദ്രാണാം കുലേ ഭവതി ജായത്തെ ധീമതാം ബുദ്ധിമതാം ഏതദ്ധി ജന്മ യത് ദരിദ്രാണാം യോഗിനാം കുലേ ദുർലഭതരം ദുഃഖലഭ്യതരം പൂർവം അപേക്ഷ്യ ലോകേ ജന്മ യത് ഈദൃശം യഥോക്ത വിശേഷണേ കുലേ. അഥവാ അല്ലെങ്കിൽ എന്താണ്? യോഗിനാം കുലേ, യോഗികളുടെ കുലത്തിൽ. അവിടെ ഭാഷ്യകാരൻ പറയുന്നത് പഠിക്കുന്നതിന് മുമ്പ് ഓർമ്മിക്കുക, യോഗികളുടെ കുലത്തിൽ. എന്താ യോഗികളുടെ കുലം? നിരന്തരം യോഗികൾ ജനിക്കുന്ന ചില കുലങ്ങൾ, നല്ല സാധകന്മാര്, സന്യാസിമാര് ധാരാളം, അങ്ങനെയുള്ള ഒരുപാട് കുലമുണ്ട്. ചില കുടുംബങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അവരുടെ ചില താവഴി നോക്കിക്കഴിഞ്ഞാൽ എല്ലാ താവഴിയിലും ഒരു, അല്ലെങ്കിൽ തന്തവഴി നോക്കിക്കഴിഞ്ഞാൽ എല്ലാ തന്തൈ വഴിയിലും ഉണ്ടാവും ഒരു സന്യാസി. അത് യോഗികുലാണ്. ഇനി സന്യാസി അല്ലെങ്കിൽ വലിയ ഉപാസകന്മാരായിട്ടുള്ളവർ, യോഗികളായിട്ടുള്ളവർ ഒരു തലമുറയിൽ ഒരാളെങ്കിലും ഉണ്ടാവും. അതാണ് യോഗികുലം. എന്നാൽ ഭാഷ്യകാരൻ ഇവിടെ പറയുകയാണ്, ശ്രീമാന്മാരിൽ നിന്ന് ഭിന്നമായ യോഗികളുടെ, ദരിദ്രന്മാരുടെ കുലത്തിൽ നിന്ന്. എന്താ അവിടെ ദരിദ്രൻ എന്ന് പറഞ്ഞാൽ? സത്യസന്ധമായി പറഞ്ഞാൽ നമുക്കറിയില്ല. കാരണം നേരത്തെ പറഞ്ഞത് ചില്ലാനം സമ്പന്നന്മാരുടെ വീട്ടിലാണ്, അതിൽ നിന്ന് ഭിന്നമായിട്ട് ദരിദ്രന്മാരുടെ വീട്ടിൽ. ദരിദ്രൻ എന്നുള്ള അർത്ഥം ഇവിടെ യോഗിക്ക് കൊടുക്കേണ്ട ഒരു ആവശ്യമില്ലാത്ത യോഗികുലാണ്. ഭാഷ്യകാരൻ പറയും ദരിദ്രാണാം കുലെ, ദരിദ്രന്മാരുടെ കുലത്തിൽ. ജായതേ ധീമതാം ബുദ്ധിമതാം. പക്ഷെ അവർക്ക് വേറൊന്നുണ്ട്, വലിയ ബുദ്ധിമാന്മാരാണ്.
അങ്ങനെ ബുദ്ധിമാന്മാരുടെ വലിയ അറിവുള്ളവരുടെ കുലത്തിൽ ജനിക്കുന്നു. ഏതദ്ധി ജന്മ ദുർലഭ, ഇത് വളരെ പ്രയാസാട്ടോ ഇത് നടണമെങ്കിൽ. ഈ ദരിദ്രാണാം യോഗിനാം കുലേ ദുർലഭതരം ദുഃഖലഭ്യതരം പൂർവ്വമപേക്ഷ. നേരത്തെ അപേക്ഷിച്ച് ഈ ജന്മം വളരെ കഷ്ടം കിട്ടാൻ വേണ്ടിയിട്ട്, കിട്ടിക്കഴിഞ്ഞാൽ നല്ലതാ. ബുദ്ധിമാന്മാരും ദരിദ്രന്മാരുമായവരുടെ വീട്ടിൽ ജനിക്കുക എന്നുള്ളത് വളരെ ദുർലഭമാണ്. അതൊരു അങ്ങനെയൊക്കെ പറയുന്നുള്ളത് ഉണ്ട്. പക്ഷെ അടുത്ത ശ്ലോകത്തിൽ അത് വരുവേ, അത് നിഷേധിക്കുന്നുണ്ട്. അവിടെയാ പ്രശ്നം. അതുകൊണ്ടാണ് ദരിദ്രാണ, അല്ലെങ്കിൽ ദരിദ്രാണെന്നുള്ള അസലായിട്ട് വ്യാഖ്യാനിക്കാം. കാരണം സമ്പന്നന്മാരുടെ വീട്ടിലാവുമ്പോൾ വീണ്ടും കുടുങ്ങിപ്പോവാനുള്ള സാധ്യതയുണ്ട്, ദരിദ്രന്മാരാകുമ്പോൾ വിരക്തി വരാൻ സാധ്യത ഉണ്ട് എന്നൊക്കെ പറയാം. ആ പറച്ചിൽ വലിയ അർത്ഥമൊന്നുമില്ല. കാരണം തിരിച്ചു ആവാം. സമ്പന്നന്മാർ ഇതൊക്കെ കണ്ടിട്ട് ഇത്രയല്ലേ ഉള്ളൂ എന്ന് മനസ്സിലാക്കിയിട്ട് വേഗം വിരക്തി വരാം. ഇല്ലാത്തവർക്ക് ഇനിയും കിട്ടണം എന്നുള്ള ആഗ്രഹം വരാം. ഇതൊക്കെ പ്രശ്നമാണ്. നല്ലതവിടെ ദരിദ്ര എന്നുള്ള അർത്ഥം എടുക്കാണ്ടിരിക്കാൻ പറ്റില്ല. ഭാഷകാരൻ എഴുതിയതല്ലേ. എന്നാലും യോഗിനാം തന്നെ എടുത്താൽ മതി, എന്നാ ഒരു പ്രശ്നമില്ല. ഏതായാലും ഇത് വളരെ ദുർലഭതരമാണ്. പൂർവ്വമപേക്ഷിയ ഈദൃശം യഥോക്ത വിശേഷണേ കുലെ, പറയപ്പെട്ട വിശേഷണങ്ങളോടുകൂടിയ കുലത്തിൽ ജനിക്കുന്നത് വളരെ ദുർലഭമാണ്. എന്നിട്ട് അവിടെ ജനിച്ചിട്ട് എന്തുണ്ടാവും ആ ജന്മത്തിൽ? യസ്മാത് എന്നിട്ട് യാതൊരു കാരണം കൊണ്ട് തത്ര തം ബുദ്ധി സംയോഗം ലഭതേ പൗർവദൈഹികം യതതേ ച തതോ ഭൂയ സംസിദ്ധൗ കുരു നന്ദന. തത്ര തം ബുദ്ധി സംയോഗം ലഭതേ പൗർവദേഹികം യതതേ ച തതോ ഭൂയഃ സംസിദ്ധൗ കുരു നന്ദന. തത്ര ആ ജന്മത്തിൽ, അവിടെ, അവിടെ എന്ന് പറഞ്ഞാൽ തത്ര എന്ന് പറഞ്ഞാൽ അവിടെ, എവിടെ? ആ നവീന ജന്മത്തിൽ, ദ്വിതീയ ജന്മം. ദ്വിതീയ എന്ന് പറഞ്ഞാൽ ശരിയല്ല, നവീന ജന്മം. ആ പുതിയ ജന്മത്തിൽ തം പൗർവദേഹികം ബുദ്ധി സംയോഗം ലഭതേ, പൂർവദേഹത്തിൽ ആർജിച്ച ബുദ്ധിയുമായി സംയോഗം ഉണ്ടാവുന്നു. മുമ്പ് ചെയ്തു വെച്ച സാധനയുടെ തുടർച്ച ലഭിക്കുന്നു. ഒരു ഘട്ടം എത്തുമ്പോൾ, ഒരു പ്രത്യേക പ്രായം എത്തുമ്പോൾ, അതുവരെ കുട്ടികളി കളിച്ച് ബാക്കി എല്ലാവരെയും പോലെ കഴിഞ്ഞ് പെട്ടെന്നുള്ള ഒരു മാറ്റം വന്നു, കഴിഞ്ഞതുമായിട്ട് ബന്ധം വന്നു. പൗർവദേഹികം ബുദ്ധി സംയോഗം വരുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞാലോ യതതേ ച തതോ ഭൂയഃ, തതഃ ഭൂയഃ യതതേ, മുൻ ജന്മത്തിൽ ചെയ്തതിനേക്കാൾ വളരെയധികമായിട്ട് യത്നിക്കുന്നു. കഴിഞ്ഞത് ഞാൻ ഭ്രഷ്ടനായി പോയതാണ്, ഇപ്രാവശ്യം അങ്ങനെ എന്തായാലും പറ്റില്ല എന്നുള്ള നിലയ്ക്ക് യത്നം ചെയ്യുന്നു. എന്തിന്? സംസിദ്ധൗ, സംസിദ്ധിയിൽ. അവിടെ സംസിദ്ധിയിൽ എന്നുള്ളതിൽ സംസിദ്ധിക്ക് ആയിക്കൊണ്ടെന്ന് അർത്ഥം പറയണം. സംസിദ്ധൗ എന്നുള്ള സപ്തമിക്ക് അവിടെ സംസിദ്ധ്യൈ എന്ന് ചതുർത്ഥ്യർത്ഥം പറയണം, എന്നാലേ ശരിയാവുള്ളൂ. അത് ആർഷപ്രയോഗമായിട്ട് കൂട്ടുക. സംസിദ്ധിക്കായിക്കൊണ്ട് അയാൾ കൂടുതൽ പ്രയത്നശാലിയാകുന്നു. വ്യക്തമാണല്ലോ. നമ്മൾ മഹാത്മാക്കളായി മാനിക്കുന്ന ആരുടെ ജീവിതം വേണമെങ്കിൽ നോക്കിക്കോളൂ, ഇതിൻ്റെ ശരിയായ രൂപം കാണാൻ പറ്റും. ഒരു പ്രായത്തിൽ അവർക്ക് വലിയൊരു സഞ്ചയവുമായിട്ട്, ജന്മാന്തരകൃത സംസ്കാര സഞ്ചയവുമായിട്ട് ബന്ധം ലഭിക്കുകയാണ്. എന്നിട്ട് അത് തുടരും. അതാണ് തത്ര യോഗിനാം കുലേ തം ബുദ്ധി സംയോഗം ബുദ്ധ്യാ സംയോഗം ബുദ്ധി സംയോഗം ലഭതേ പൗർവദേഹികം പൂർവസ്മിൻ ദേഹേ ഭവം പൗർവദേഹികം യതതേ ച പ്രയത്നം കരോതി തതഃ തസ്മാത്
പൂർവകൃതാത് സംസ്കാരാത് ഭൂയഃ ബഹുതരം സംസിദ്ധൗ സംസിദ്ധി നിമിത്തം ഹേ കുരുനന്ദന, ഹേ കുരുനന്ദന, അല്ലയോ കൗരവ, അല്ലയോ കൗരവ, കുരുവംശത്തിൽ പിറന്നവനെ അർജുന. തത്ര അവിടെ ആ ദ്വിതീയ ജന്മത്തിൽ, ഇവിടെ യോഗിനാം കുലേന്നാണ് ഭാഷ്യകാരൻ എഴുതിയിട്ടുള്ളത്, അങ്ങനെ എടുത്തോളണം എന്നില്ല, രണ്ടും ആവാം. ശുചിയും ശ്രീമതിയുമായ ആളെ വീട്ടിൽ, ശ്രീമാനുമായ ആളെ വീട്ടിൽ ജനിച്ചതായാലും കൊള്ളാം, യോഗിയുടെ വീട്ടിൽ ജനിച്ചതായാലും കൊള്ളാം, രണ്ടായാലും. ബുദ്ധി സംയോഗം ലഭതേ, ബുദ്ധിയുമായി സംയോഗം ഉണ്ടാവുന്നു. ഏത് ബുദ്ധിയായിട്ട്? പൗർവദൈഹികം, പൂർവജന്മത്തിൽ ചെയ്തു വെച്ച സംസ്കാരവുമായി സംബന്ധം ഉണ്ടാവുന്നു. അവര് തൻ്റെ സഹോദരങ്ങളോ ഒക്കെ വിലയിരുത്തുന്നതിന് ഭിന്നമായിട്ട് ലോകാനുഭവങ്ങളെ വിലയിരുത്തുന്നു. തൻ്റെ സഹോദരങ്ങൾ ഉൾക്കൊണ്ടതിൽ നിന്ന് ഭിന്നമായിട്ട് ഉൾക്കൊള്ളുന്നു. അങ്ങനെ ആ ബുദ്ധി സംയോഗം ലഭിക്കുന്നു. എന്നിട്ട് ഭൂയഃ പ്രയത്നം കരോതി, കൂടുതൽ കൂടുതൽ പ്രയത്നശാലികളാവുന്നു, സാധനാനുഷ്ഠാനങ്ങൾ ചെയ്യുന്നു. പൂർവ കൃതാത് സംസ്കാരാത്, മുൻപ് ചെയ്ത സംസ്കാരത്തെക്കാൾ അധികതരമായിട്ട്, അല്ലെങ്കിൽ മുൻപ് ചെയ്ത സംസ്കാരത്തിൻ്റെ ഫലമായിട്ട് അധികതരമായി പ്രയത്നം ചെയ്യുന്നു. സംസിദ്ധി നിമിത്തം ഹേ കുരുനന്ദന. എന്നിട്ടോ അതെങ്ങനെയത് ആ ബുദ്ധി സംയോഗം കിട്ടണത്? ചോദ്യം അതാണ്. കഥം പൂർവദേഹ ബുദ്ധി സംയോഗ ഇതി തദുച്യതേ. എങ്ങനെയാണ് പൂർവദേഹ ബുദ്ധി സംയോഗം കിട്ടുന്നത്? ചോദ്യം പറയാം. അത് പറയുന്നു. എന്താ അത്? പൂർവാഭ്യാസേന തേനൈവ ഹ്രിയതേ ഹി അവശോപി സഹ ജിജ്ഞാസുരപി യോഗസ്യ ശബ്ദബ്രഹ്മാദി വർത്തതേ. പൂർവാഭ്യാസേന തേനൈവ ഹ്രിയതേ ഹി അവശോപി സഹ ജിജ്ഞാസുരപി യോഗസ്യ ശബ്ദബ്രഹ്മാദി വർത്തതേ. തേന പൂർവാഭ്യാസേന, ആ പൂർവാഭ്യാസം കൊണ്ട്. ഏത് പൂർവാഭ്യാസം കൊണ്ട്? ജന്മാന്തരകൃതമായ പൂർവാഭ്യാസം കൊണ്ട്. ഹി നിശ്ചയമായും ഹ്രിയതേ ഹരിക്കപ്പെടുന്നു, വലിക്കപ്പെടുന്നു. ഈ സംസ്കാരം ഉള്ളിൽ കിടന്നങ്ങോട്ട് വലിക്കും നമ്മളെ. യോഗസാധനയിലേക്ക്, സന്യാസമാർഗത്തിലേക്ക്, സൂക്ഷ്മ അനുഷ്ഠാനങ്ങളിലേക്ക് ബലപൂർവകം വലിക്കും ഈ ഉള്ളിലെ സംസ്കാരം. ഹ്രിയതേ, അതിനാൽ ഹരിക്കപ്പെടുന്നു. എങ്ങനെ? അവശഹാപി, അവശനായിട്ട്. വേറൊരു സാധ്യത അവനില്ല. അവൻ തന്നെ അവശനായിട്ട് വേറൊന്നിനും വശപ്പെടില്ല, വേറൊന്നിലേക്കും പോയില്ല അവൻ. ബലപൂർവകം ഇത്. അഥവാ അവൻ അവശനാണെങ്കിലും, അവൻ ഭ്രഷ്ടനായി പോയി, അതുകൊണ്ട് അവൻ അവശനായി പോയിട്ടുണ്ട്, എങ്കിലും ആ സംസ്കാരം അവനെ ആകർഷിക്കും. രണ്ട്, അവശനായിട്ട് മറ്റൊരു വഴിക്ക് പോകാതെ ഈ സംസ്കാരത്തിൻ്റെ ഉള്ളിലുള്ള സംസ്കാര ബലം കൊണ്ട് മറ്റൊന്ന് ചെയ്യാൻ കഴിയാത്ത വിധം അവൻ്റെ നോക്കൂ, യോഗഭ്രഷ്ടനായിട്ടുള്ള ആൾക്ക് ഈ പല സംസ്കാരങ്ങളും അയാളുടെ ഉള്ളിൽ ഉണ്ടാവുമല്ലോ. ഈ സാധനാ സംസ്കാരം മാത്രമല്ലല്ലോ, മറ്റ് സംസ്കാരങ്ങളും ഉണ്ടാവും. അപ്പം അത് ഉണ്ടെങ്കിലും ശരി, ഈ സാധനാ സംസ്കാരം അയാളെ അങ്ങോട്ട് വലിച്ചോളും. അപ്പം മറ്റ് ഉള്ളതൊക്കെ അപ്രസക്തമായി പോവും. അതെന്നല്ലേ ഇവിടെ യോഗസാധന. ഇവിടെ യോഗസാധന എന്ന് പറഞ്ഞാൽ യമനിയമാസ ആസന പ്രാണായാമ പ്രത്യാഹാര ധാരണ ധ്യാനങ്ങൾ എന്ന് പറഞ്ഞിട്ടില്ല. ഇവിടെ
പരമമായ തത്വവിജ്ഞാനം, സാഖ്യം അതിനെ പ്രാപിക്കുന്നതിനായിക്കൊണ്ടുള്ള അനുഷ്ഠാനക്രമങ്ങളെയൊക്കെ ചേർത്തിട്ടാണ് യോഗം എന്ന് പറയുന്നത്. ഇവിടെ വ്യക്തമായി യോഗ നിർവചനം പറഞ്ഞില്ലേ, ദുഃഖ സംയോഗ വിയോഗം എന്ന് പറഞ്ഞില്ലേ. ആ ശരി. അപ്പോ അവൻ ബലപൂർവകം ഹരിക്കപ്പെടുന്നു അവന്റെ സംസ്കാരത്താൽ. ജന്മാന്തരകൃതമായ സാധനാ സംസ്കാരം അവനെ ആകർഷിക്കുന്നു. മറ്റ് സാധനയിൽ സുഖം ലഭിക്കാതെയല്ല, ഇതാണ് എൻ്റെ വഴി എന്നാണ് ഉറപ്പായി. അത് പിടിച്ചു വലിക്കും. മറ്റു ചുറ്റുപാട് പലതും ഉണ്ടാവും. അത് ഏത് മഹാത്മാക്കളുടെ ജീവിതം നോക്കിയാലും മതി, ഇത് കാണാൻ പറ്റും. മറ്റ് സാഹചര്യങ്ങൾ ഇല്ലാഞ്ഞിട്ടോ, സമ്പത്തില്ലാഞ്ഞിട്ടോ, ബലമില്ലാഞ്ഞിട്ടോ ആണോ മഹായോഗീശ്വരന്മാര്, മഹാസന്യാസിമാരൊക്കെ ആ വഴിക്ക് പോയത്? ഇവിടെ വേറൊന്നിനും കൊള്ളില്ല വരെ, എന്നാ പിന്നെ സന്യസിച്ച് കളയാം, അങ്ങനെയാണോ? അല്ല, മറ്റെല്ലാം ഉണ്ട്. മറ്റെല്ലാം ഉള്ള സാഹചര്യത്തിൽ അവരൊക്കെ പോയത് എല്ലാവരും. ആ അധിക ആൾക്കാരും പിൽക്കാലത്ത് സന്യാസിമാരായ അധിക ആൾക്കാരും ടോപ്പാന്നാ പറഞ്ഞത്. സ്കൂളിൽ കോളേജിലൊക്കെ ടോപ്പായിരുന്നു എന്നാ പറയണത്. അപ്പൊ അതുകൊണ്ട് ജിജ്ഞാസുരപി യോഗസ്യ ശബ്ദ ബ്രഹ്മാതി വർത്തതെ. യോഗസ്യ ജിജ്ഞാസു അപി, ഇവൻ യോഗഭ്രഷ്ടനായി പോയതാണ്. യോഗഭ്രഷ്ടനല്ല ജിജ്ഞാസു പോലും, സാധനാമാർഗത്തിലേക്ക് അറിയാൻ ഇച്ഛിക്കുന്ന ഒരാൾ പോലും ശബ്ദബ്രഹ്മത്തെ, വിധിനിഷേധാത്മകമായ ശാസ്ത്രത്തെ അതിവർത്തതേ, ഇന്നതൊക്കെ ചെയ്യണം ഇന്നതൊന്നും ചെയ്യരുത് എന്നുള്ള വിധിനിഷേധാത്മകമായ മേഖലകളെ, മണ്ഡലങ്ങളെ അതിക്രമിക്കുന്നു. അത് ചോദ്യത്തിന് ഉത്തരാത്. കാരണം എങ്ങനെയാണ് ഇയാൾ പൂർവാഭ്യാസ ബലം കൊണ്ട് ഹരിക്കപ്പെടുന്നത്? വേറെ പലതും ഉണ്ടാവില്ലേ, ഈ ലോകത്ത് ചെയ്യേണ്ടതൊക്കെ ഇല്ലേ? അതൊക്കെ ലൗകികങ്ങളായ കർത്തവ്യങ്ങളില്ലേ? ആ കർത്തവ്യങ്ങളെ ചെയ്യാതിരുന്നാൽ പാപാവില്ലേ എന്നൊക്കെ ചോദ്യം വരും. അപ്പോഴാണ് പറയണത്, ഈ സാധനാമാർഗത്തിൽ ജിജ്ഞാസു പോലും ശബ്ദബ്രഹ്മത്തെ, വിധി നിഷേധാത്മകമായ ശാസ്ത്രത്തെ അതിക്രമിക്കുന്നു. അവൻ എന്ത് വിധി, എന്ത് ഒന്നുമില്ല. നിനക്കത്ര വലിയ കർത്തവ്യം ഉണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നീ ചെയ്തോളൂ. എടാ, ഒരു കല്യാണം കഴിച്ചില്ലാത്ത മഹാപാപമാണ്. കല്യാണം കഴിക്കണം. അച്ഛൻ അത്ര നിർബന്ധം വെച്ചാൽ അച്ഛൻ എന്തായാലും ഒന്ന് കഴിച്ചാളല്ലേ, ഒന്നുകൂടി കഴിച്ചോളൂ. ഞാനാ കഴിക്കില്ല. എന്താണ് അച്ഛനാണല്ലോ പറഞ്ഞത്? ഇപ്പോ എന്ത് കല്യാണം അച്ഛൻ അത്ര നിർബന്ധമാണെങ്കിൽ ഒന്നുകൂടി. അമ്മയോട് വാങ്ങിച്ചാൽ സമ്മതിപ്പിക്കല്, ഞാൻ വാങ്ങിച്ചാൽ സംസാരിക്കുക. എനിക്ക് വേണ്ട, ഞാനാ വഴിക്കുള്ള ആളല്ല. അതൊരു എന്താ? അതെ, ശരി ശരി. അപ്പോ ജിജ്ഞാസു പോലും അതിക്രമിക്കുന്നു. പിന്നെന്താ? അപ്പൊ യോഗഭ്രഷ്ടൻ അതിനെ അതിക്രമിക്കുന്നു എന്ന് പറയേണ്ടതുണ്ടോ? അവൻ ഒരു വിധിയുമില്ല, ഒരു നിഷേധമില്ല. അവൻ സാധനാമാർഗത്തിൽ സൂക്ഷ്മമായി സഞ്ചരിക്കുന്നു. മറ്റെല്ലാം അവനെ സംബന്ധിച്ച് അപ്രസക്തമായി തീരുന്നു. ഇതാണ് ശരിക്കും നമ്മൾ ജീവിതത്തെ നോക്കിക്കഴിഞ്ഞാൽ ഒരു മഹാത്ഭുതമാണ്. കൈപിടിച്ചു കൊണ്ടുപോണ പോലെ നയിക്കുന്നത് അത്യത്ഭുതകരമാണ്, മഹാത്ഭുതമാണ്. എന്തൊക്കെ വേണം ഒക്കെ വന്നു ചേരും, എന്തൊക്കെ വേണ്ട അതൊക്കെ പോവുകയും ചെയ്യും. എന്തൊരു അത്ഭുതകരമായ നാടകമാണെന്ന് തോന്നും. പക്ഷെ നിരീക്ഷിക്കണം, അപ്പോഴേ എൻ്റെ ഒരു സുഖമുള്ളൂ.
പൂർവജന്മം നിരീക്ഷിക്കാനല്ല പറഞ്ഞത്, ഈ ജന്മത്തെ നിരീക്ഷിക്കാനാ പറഞ്ഞത്. വേണ്ടല്ലോ, ഈ ജന്മത്തിൽ നമുക്കുണ്ടാവുന്ന സാധനാ സംസ്കാരത്തിനനുസരിച്ച് ജീവിതം നയിക്കുമ്പോൾ നമ്മളെ കൈപിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നത് പോലുള്ള അനുഭവം നമുക്കുണ്ടാവും. വന്നു ചേരേണ്ട ഓരോന്നും വന്നു ചേരും, വിട്ടുപോകേണ്ട ഓരോന്നും വിട്ടുപോകും. അത് നോക്കി കാണുമ്പോൾ, മാറി നിന്ന് നോക്കുമ്പോൾ ഒരു സുഖ, ഒരു തമാശയാ, അത്ഭുത. അതാ പറഞ്ഞേ. അതെ, തീർച്ചയായിട്ടും. അതുകൊണ്ട് ജിജ്ഞാസുരപി യോഗസ്യ ശബ്ദബ്രഹ്മാതി വർത്തത. യോഗത്തിന്റെ ജിജ്ഞാസു പോലും ശബ്ദബ്രഹ്മത്തെ അതിവർത്തിക്കുന്നു. അതാണ് യഹ പൂർവജന്മനി കൃതഃ അഭ്യാസഃ സഹ പൂർവാഭ്യാസഃ തേന ഏവ ബലവതാ ഹ്രിയത്തെ ഹി യസ്മാത് അവശഃ അപി സ യോഗഭ്രഷ്ടഃ ന കൃതം ചേത് യോഗാഭ്യാസ സംസ്കാരാത് ബലവത്തരം അധർമാദിലക്ഷണം കർമ്മ തദാ യോഗാഭ്യാസജനിതേന സംസ്കാരേണ ഹ്രിയതേ. അധർമ്മഃ ചേത് ബലവത്തരഃ കൃതഃ തേന യോഗജഃ അപി സംസ്കാരഃ അഭിഭൂയതേവ. തത്ക്ഷയേതു യോഗജഃ സംസ്കാരഃ സ്വയമേവ കാര്യം ആരഭതേ. ന ദീർഘകാലസ്ഥസ്യ അപി വിനാശഃ തസ്യ അസ്തി ഇത്യർത്ഥഃ. വളരെ പ്രസക്തമായൊരു ഒരു ദിശയിലേക്കാണ് ഭഗവാൻ ഭാഷ്യകാരൻ നമ്മുടെ ശ്രദ്ധയെ ആകർഷിക്കുന്നത്. നോക്കൂ, പൂർവജന്മത്തിൽ ചെയ്ത അഭ്യാസം, അത് നേരത്തെ പറഞ്ഞു, പൂർവാഭ്യാസം, അതിൻ്റെ ബലം കൊണ്ട് ബലവത്താ ഹ്രിയതേ, ഹരിക്കപ്പെടുന്നു അവൻ അവശനായിട്ട്. അവന് വേറൊരു സാധ്യതയില്ലാത്ത പോലെ. അതാണ്, വേറൊരു സാധ്യതയില്ലാത്ത പോലെ. മനസ്സിലായില്ല പറഞ്ഞ? ആ, അവശഹാപി. ഈ ഈ ഉള്ളുന്നുള്ളതായ ഒരു ബലം ചുഴിയല്ല, നേരെയാണ്. ചുഴിയില്ല, നേരെയാ പിടിക്കുക. ചുഴിന്നാണ് പിടിച്ചു മാറ്റണത്. അതുപോട്ടെ, അതുപോട്ടെ. ആ, ചുഴിന്ന് പിടിച്ചു മാറ്റും. അതെ, അതിൻ്റെ ആ സംസ്കാരത്തിന്റെ ബലത്തെ കാണിക്കാനാണ് അവശഹാബി എന്ന് പറഞ്ഞത്. ആ, അത് ഈ സാധനാബലം. അപ്പൊ അവിടെ ഒരു സംശയം വന്നു. ഇയാൾ യോഗഭ്രഷ്ടനായിട്ട് വീണ്ടും ജനിക്കേണ്ടി വന്നു. അപ്പൊ അയാളിൽ അധർമ്മ സംസ്കാരം ഉണ്ടല്ലോ, ഉണ്ട്. അപ്പൊ അത് ബലവത്തരമാണെങ്കിലോ അത് ആദ്യം അനുഭവിക്കണം. മോശമായിട്ടുള്ളത് ആദ്യം അനുഭവിക്കുന്നല്ല, കൂടുതലുള്ളത് ചിലപ്പോൾ ആദ്യം അനുഭവിക്കട്ടെ, ചിലപ്പോ കുറച്ചുള്ളത് ആദ്യം അനുഭവിക്കട്ടെ. ഇങ്ങനെയൊക്കെ വരും. ഇതിപ്പോ യുധിഷ്ഠിരൻ നരകത്തിൽ പോയോ ഇല്ലയോ? പോയി. ദുര്യോധന സ്വർഗത്തിൽ പോയോ ഇല്ലയോ? പോയി. പിന്നെന്താ? അതിപ്പോ നമുക്ക് നിയമമൊന്നും പറയാൻ വയ്യ. അപ്പോ അതായത് ഈ ഭാഷ്യകാരൻ പറഞ്ഞു തരുന്നുണ്ട്, ഈ സാധനാജനിതമായ സംസ്കാരം ഒരു കാരണവശാലും നശിക്കില്ല. അത് കാര്യം ചെയ്യുക തന്നെ ചെയ്യും.
അതിനെന്ത് മറച്ചുകൊണ്ട് പാപസംസ്കാരങ്ങൾ ഉണ്ടെങ്കിലും അതങ്ങോട്ട് ചെയ്ത് തീർന്ന് ഇതിലേക്ക് വരും. അതാണ് പറയണത്, ന കൃതം ചേത് യോഗാഭ്യാസ സംസ്കാരാത് ബലവത്തരമധർമാദിലക്ഷണം കർമ്മ തഥാ യോഗാഭ്യാസ ജനിതേന സംസ്കാരേണ ഹൃയതേവ. അധർമാദിജനിതമായ പാപസംസ്കാരങ്ങൾ അധികം ബലവത്തരമായിട്ടില്ലെങ്കിൽ യോഗാഭ്യാസ ബലത്താൽ അയാൾ ആകർഷിക്കപ്പെടും. എന്നാൽ അധർമ്മ ചേത് ബലവത്തരഹ കൃത, അധർമ്മമാണ് അധികം ശക്തിയുള്ളതെങ്കിൽ തേന യോഗജഹാഭി സംസ്കാരഹാഭിഭൂയതേ, അതുകൊണ്ട് യോഗജമായ സംസ്കാരം ഇല്ലാതാവില്ല, കീഴ്പ്പെടുത്തപ്പെടും. അങ്ങനെ കീഴ്പ്പെടുത്തപ്പെടുന്ന സമയത്ത് എന്തുണ്ടാവും? ഈ കർമ്മത്തിൻ്റെ പണികൾ ചെയ്യും, വേഗം തീർക്കും. ആ പണികൾ തീർത്തു കഴിഞ്ഞാൽ ഉടനെ തത്ക്ഷയേ, ആ ധർമാദി സംസ്കാരം ക്ഷയിക്കുമ്പോൾ യോഗജഹ സംസ്കാര സ്വയമേവ കാര്യമാരഭതേ, സ്വയമേവ കാര്യത്തെ ആരംഭിക്കും. അതുകൊണ്ട് എല്ലാവരും അടിവരയിട്ട് മനസ്സിലാക്കേണ്ടതാണ്, ന ദീർഘകാലസ്ഥസ്യ അപി വിനാശഃ തസ്യ അസ്തി. ദീർഘകാലസ്ഥമായാലും യോഗജമായ സംസ്കാരം നശിക്കില്ല, ഉറപ്പ്. നമ്മൾ ഒന്നിനെയും ഗുണമെന്നോ ദോഷമെന്നോ വിളിക്കുന്നില്ല. ഒരാളുടെ ജീവിതമാർഗം മറ്റൊരാളുടെ ജീവിതമാർഗം വെച്ച് താരതമ്യം ചെയ്ത് അത് ദോഷമാണ് ഇത് ഗുണമാണെന്നൊന്നും പറയാൻ പാടില്ല. അങ്ങനത്തെ വിഡ്ഢിത്തം നമ്മൾ ചെയ്യാൻ പാടില്ല. എങ്കിൽ തന്നെയും ലോകത്തിൽ നമ്മൾ വിലയിരുത്തുന്ന സമയത്ത് തീർത്തും വിപരീതമായ വൃത്തിയിൽ നിന്ന് ഒരൊറ്റ പോക്ക് കാണാം. സന്യാസിമാരുടെ കാപട്യം പുറത്തറിയിക്കാൻ വേണ്ടിയിട്ടാണ് ബാലകൃഷ്ണ മേനോൻ പോയത് ജേർണലിസ്റ്റായിട്ട്. അപ്പോൾ ഏറ്റവും കള്ളനാരാ? ഏറ്റവും കള്ളൻ, ഏറ്റവും പ്രസിദ്ധം തന്നെ, ഏറ്റവും വലിയ ആശ്രമമൊക്കെ ആയിട്ട് കഴിഞ്ഞു കൂടുന്ന ആളാണ് ഏറ്റവും വലിയ കള്ളൻ. അത് ശിവാനന്ദ സരസ്വതി സ്വാമികളാണ്. എന്നാൽ പിന്നെ അയാളുടെ തന്നെ ഒന്ന് വെളിവാക്കാം, എന്തൊക്കെയാണ് അയാളുടെ തട്ടിപ്പ് എന്നൊക്കെ വെളിവാക്കാം. മോശക്കാരനൊന്നുമല്ല, പ്രഗത്ഭനാണ്. പക്ഷേ അവിടെ ചെന്ന് ഏതാനും ദിവസം താമസിച്ചപ്പോഴത്തേക്ക് സമ്പൂർണ്ണ സമർപ്പണം ചെയ്ത് ശിഷ്യനായി സന്യാസ ദീക്ഷ സ്വീകരിച്ച് സ്വാമി ചിന്മയാനന്ദ സരസ്വതിയായി. അപ്പൊ ചിന്മയാനന്ദ സ്വാമിയിലുള്ള വലിയ ആ സാധ്യത ഗുരുനാഥന് മനസ്സിലായി. ഇയാൾ വലിയ സാധ്യത ഉള്ള ഒരാളാണ്, വലിയ കർമ്മങ്ങൾ ചെയ്യാനുള്ള സാധ്യത ഇയാൾക്കുണ്ട്. അതുകൊണ്ട് താൻ മാത്രം പഠിപ്പിച്ചാൽ പോരാ. കാരണം ശിവാനന്ദ സ്വാമി വലിയ വിദ്വാനാണെങ്കിലും സംസ്കൃതത്തിൽ അത്ര പോരാ. അദ്ദേഹം ഇംഗ്ലീഷ് ഭാഷയിലൂടെയാണ് വേദാന്തം പഠിച്ചത്. അതുകൊണ്ട് അക്കാലത്തെ ഏറ്റവും വലിയ വിദ്വാൻമാരിൽ അറിയപ്പെടുന്ന ആളാണ് തപോവന സ്വാമികൾ. തപോവന സ്വാമികളുടെ അടുത്തേക്ക് പറഞ്ഞയച്ചു. അങ്ങനെയാണ് ചിന്മയാനന്ദ സ്വാമി ഋഷികേശിൽ നിന്ന് നടന്ന് ഉത്തരകാശിയിൽ തപോവന കുടിയിലെത്തുന്നത്. മര്യാദയ്ക്ക് അവിടെ പോയിട്ട് ഞാൻ പഠിക്കാൻ വന്നതാന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. പക്ഷെ പറഞ്ഞു, അങ്ങനെ ഞാൻ പഠിക്കാൻ വന്നതാണ്. ആരെങ്കിലും പറഞ്ഞയച്ചതാണോ? അതെ, ശിവാനന്ദ സ്വാമി പറഞ്ഞയച്ച. കത്തെവിടെ? കത്തില്ല, എന്നാ പോയി വാങ്ങിക്കൊണ്ടിരൂ പോരെ. തപോവന സ്വാമിയാ പറയണത്. ഈ കണ്ട ദൂരം മുഴുവൻ മടങ്ങി കത്തും കൊണ്ട് തിരിച്ച്. കത്ത് കിട്ടി, ശരി, ഇരുന്നോ, പഠിച്ചോ, അത്രേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് ലോകത്തിന് മുഴുവൻ വേദാന്തത്തെ ഇത്ര ശക്തമായി പ്രചരിപ്പിച്ച വലിയൊരു മഹാപുരുഷനെ ലഭിച്ചു. ഒരു മഹാപുരുഷനെ അല്ല, അദ്ദേഹത്തിൻ്റെ ശിഷ്യ വൃന്ദം വലിയ വേദാന്തത്തിൻ്റെ ഒരു തരംഗം തന്നെ ലോകം മുഴുവൻ ഉണ്ടാക്കി. ദയാനന്ദ സ്വാമികളെയൊക്കെ ഒന്നും കുറിച്ച് പറയാൻ പോലും പറ്റില്ല, അത്രക്കേറെ. ചിന്തിക്കുക. അപ്പൊ നേരെ വിപരീതമായിരുന്നു. എല്ലാ കയ്യിലിരിപ്പും കാണിച്ച ആളാ. എന്തൊക്കെ വേണോ അതൊക്കെ. കോളേജ് വിദ്യാർത്ഥികൾക്ക്, അക്കാലത്തെ ജേർണലിസ്റ്റുകൾക്ക് എന്തൊക്കെ ഉണ്ടോ അതൊക്കെ, ഇത്രേ പറയുന്നുള്ളൂ, ബാക്കിയൊന്നും പറയുന്നില്ല. എന്നിട്ട് ഈ ഒരവസ്ഥയിലേക്കാണ് തിരിച്ചു. അതാണ്
ഇതിൻ്റെ വ്യാഖ്യാനമാണ്. ഇതുപോലെയാണ് എല്ലാ മഹാത്മാക്കളുടെ ജീവിതത്തിലും നമുക്ക് കാണാൻ പറ്റും, നോക്കിയാൽ, പഠിച്ചാൽ. അതുകൊണ്ട് ഇതിലൊന്നും യാതൊരു തരത്തിൽപ്പെട്ട ശങ്കയും ഇല്ല എന്നർത്ഥം. ശരി. ജിജ്ഞാസുഹു അപ്പി യോഗസ്യ സ്വരൂപം ജ്ഞാതും ഇച്ഛൻ യോഗമാർഗേ പ്രവൃത്തഃ സന്യാസി യോഗഭ്രഷ്ടഃ സാമർഥ്യാത് സഹ അപി ശബ്ദബ്രഹ്മ വേദോക്ത കർമാനുഷ്ഠാനഫലം അതിവർത്തത്തെ അപാകരിഷ്യതി കിമുത ബുദ്ധ്വാ യോ യോഗം തന്നിഷ്ഠഃ അഭ്യാസം കുര്യാത്. പറയാണ്, യോഗത്തിൻ്റെ ജിജ്ഞാസു പോലും, സ്വരൂപത്തെ അറിയാൻ ഇച്ഛിക്കുന്ന യോഗമാർഗത്തിൽ പ്രവൃത്തനായ സന്യാസി യോഗഭ്രഷ്ടനായിപ്പോയി. അയാൾ പോലും കർമാനുഷ്ഠാന ലക്ഷണമായിരിക്കുന്ന ശബ്ദബ്രഹ്മത്തെ അതിക്രമിക്കുന്നു, വിധി നിഷേധാത്മകമായ വേദത്തെ അതിക്രമിക്കുന്നു. ഇന്നത് ചെയ്യണം, ഇന്നത് ചെയ്യണ്ട എന്നുള്ളതായ, ഇന്നത് ചെയ്യണം എന്നുണ്ടാവുമ്പോൾ അത് ചെയ്തില്ലെങ്കിൽ കുറ്റമല്ലേ എന്നുള്ള ചോദ്യം ഉണ്ടാവും. അതിനതിക്രമിക്കുന്നു. അത് അത്ഭുതമാണ്, മഹാത്ഭുതം. അതെങ്ങനെയൊക്കെയാ വഴി ഒരുങ്ങാന്ന് പറയാൻ വയ്യ. ശരിക്കൊരു തിരക്കഥ എഴുതി സിനിമ സംവിധാനം ചെയ്യുന്ന പോലെ ജീവിതം, ഒരു തിരക്കഥ പോലെ, തിരക്കഥ ആദ്യം എഴുതി വെച്ച പോലെ തോന്നും നമുക്ക്. അത്യത്ഭുതമാണ്. ശരി, കിമുത വക്തവ്യം, പിന്നെ എന്ത് പറയാനാ? ബുദ്ധ്വായോ യോഗം തന്നിഷ്ഠ, അറിഞ്ഞ് തന്നിഷ്ഠനായി ജീവിക്കുന്ന ആള്, അഭ്യാസം ചെയ്യുന്ന ആള് വിധി നിഷേധങ്ങൾ അതിക്രമിക്കുന്നു എന്ന് പറയേണ്ടതുണ്ടോ? യോഗഭ്രഷ്ടനായിട്ടുള്ള ആള് പോലും ശബ്ദബ്രഹ്മത്തെ അതിക്രമിക്കുന്നു എന്നിരിക്കെ അത് അറിഞ്ഞ് ശരിക്ക് ജീവിക്കുന്ന ഒരാളെ സംബന്ധിച്ച് പറയേണ്ടതുണ്ടോ എന്നാ ചോദിക്കുന്നത്. ഇല്ല. അതുകൊണ്ട് കുതഃ ച യോഗിത്വം ശ്രേയഃ ഇതി. ഇനിയും എന്തുകൊണ്ട് യോഗിത്വം ശ്രേഷ്ഠമാണ് എന്നതിനെ പറയുന്നു. പ്രയത്നാത്യതമാനസ്ഥോ യോഗി സംശുദ്ധ കിൽബിഷഃ അനേക ജന്മ സംസിദ്ധ തതോ യാതി പരാം ഗതിം. പ്രയത്നാത്യതമാനസ്ഥോ യോഗി സംശുദ്ധ കിൽബിഷഃ അനേക ജന്മ സംസിദ്ധഃ തതോ യാതി പരാം ഗതിം. പ്രയത്നാത് യതമാനഃ, പ്രയത്നപൂർവം യത്നിക്കുന്നവൻ. വല്ലാത്തൊരു പ്രയോഗം അത്. പ്രയത്നപൂർവം പ്രയത്നിക്കുന്നവൻ എന്നുവെച്ചാൽ നല്ലോണം പ്രയത്നിക്കുന്നവൻ. ഒരു നിമിഷം പോലും ആലസ്യം വരാതെ, പ്രമാദം വരാതെ, തൻ്റെ കർത്തവ്യം മറക്കാതെ പ്രയത്നിക്കുന്നവൻ. അങ്ങനെയുള്ള യോഗി സംശുദ്ധ കിൽബിഷനായിട്ട്, എല്ലാ പാപവാസനകളും ഇല്ലാതായിട്ട്, കിൽബിഷങ്ങളെല്ലാം നീങ്ങി സംശുദ്ധമായി, അനേക ജന്മ സംസിദ്ധ, അനേക ജന്മങ്ങളിലൂടെ സംസിദ്ധനായിട്ട്. നമ്മളൊക്കെ ഇപ്പം എത്ര ജന്മങ്ങൾ കഴിഞ്ഞു നമുക്ക് ആർക്കും അറിയില്ല. എത്ര ആയിരക്കണക്കിന് ജന്മങ്ങൾക്ക് ശേഷമുള്ളവരാ നമ്മളൊക്കെ. നമ്മൾ ആരും ഒഴിഞ്ഞ കടലാസോടുകൂടി വന്നവരല്ല. എല്ലാവരും ജന്മാന്തരകൃതമായ സംസ്കാരത്തോടുകൂടി വന്നവരാണ്. അങ്ങനെ ഓരോ ജന്മത്തിലും സംസ്കാരങ്ങളെ ആർജിച്ച് മുന്നോട്ട് പോയി അനേക ജന്മ സംസിദ്ധനായിട്ട്
തതഃ അനന്തരം പരാം ഗതിം യാതി, പരമമായ ഗതിയെ പ്രാപിക്കുന്നു. കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ.